ഫ്രണ്ട്സ്, ടെക് MFKയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ വീഡിയോ ട്യൂട്ടോറിയൽ തുടങ്ങുകയാണ്. ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ലെസൺസാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അഡോബി ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അഡോബി ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അഡോബി എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിംഗ്, ഇഫക്ട്സ് എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇഫക്ട്സ് ക്രിയേഷനൊക്കെ വേണ്ടിയിട്ടാണ്. വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് അഡോബി പ്രീമിയർ. അഡോബി പ്രീമിയറിലെ ഫെസിലിറ്റീസും അതിനേക്കാൾ കൂടുതൽ കുറച്ച് ഫെസിലിറ്റീസ് കൂടെ അഡോബി ആഫ്റ്റർ ഇഫക്ട്സിൽ അവൈലബിൾ ആണ്. അഡോബി ആഫ്റ്റർ ഇഫക്ട്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊഫഷണൽസൊക്കെ വി എഫ് എക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രൊഫഷണൽസൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് കാണിക്കാനാണെങ്കിൽ അഡോബി ആഫ്റ്റർ ഇഫക്ട്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്, ഇപ്പോൾ ചില യൂട്യൂബ് വീഡിയോകളൊക്കെ വാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻട്രോ ടൈറ്റിലുകൾ കണ്ടിട്ടുണ്ടാകും. പ്രത്യേക എഫക്റ്റൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുക. അത് അഡോബി ആഫ്റ്റർ ഇഫക്റ്റാണ് മെയിനായിട്ട് ആളുകൾ ഉപയോഗിക്കാറുള്ളത്. ഇൻബിൽറ്റ് ഇഫക്റ്റുകൾ നെറ്റിൽ നിന്ന് കിട്ടും. വേറെ നമ്മൾ സ്വന്തം കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന എഫക്റ്റുകൾ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അഡോബി ആഫ്റ്റർ എഫക്റ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരുപാട് യൂസുകളുണ്ട്. മറ്റുള്ള യൂസുകളും എല്ലാം നമുക്ക് ഈ ട്യൂട്ടോറിയൽ വീഡിയോസിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇത് അഡോബി ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് ഒരു തുടക്കക്കാർക്ക്, ഒരു ബിഗിനേഴ്സിന് എങ്ങനെ പഠിച്ചു തുടങ്ങാം, അതിൻ്റെ ഹൈ ലെവൽ വരെ എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ ട്യൂട്ടോറിയലുകളിലൂടെ പഠിക്കാം. നമ്മളിത് ഓരോ പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇന്ന് നമുക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെ നോക്കാം. ഞാൻ എൻ്റെ മോസില്ല ഫയർഫോക്സ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ സെർച്ച് ടാബിൽ അഡോബി ആഫ്റ്റർ എഫക്ട്സ് CC 2017 സോഫ്റ്റ്പീഡിയ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അഡോബി ആഫ്റ്റർ ഇഫക്ട്സിൻ്റെ 2017 വേർഷനാണ്. അതിൻ്റെ മുമ്പുള്ള വേർഷനുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുതിയത് അഡോബി ആഫ്റ്റർ ഇഫക്ട്സിൻ്റെ 2017 വേർഷനാണ്. അതിലൊരുപാട് അഡീഷൻസൊക്കെ കമ്പനി വെച്ചിട്ടുണ്ട്. ഞാൻ സോഫ്റ്റ്പീഡിയ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് അഡോബിയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക. അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ അഡോബിയുടെ എല്ലാ സോഫ്റ്റ്വെയറുകളും, അഡോബി പ്രീമിയർ, ആഫ്റ്റർ ഇഫക്ട്സ്, ആനിമേറ്റർ, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട് അഡോബിയുടെ. അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് അഡോബി ക്രിയേറ്റീവ് ക്ലൗഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഉപയോഗിക്കാം. അതിനാണ് അവർ അഡോബി ക്രിയേറ്റീവ് ക്ലൗഡ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത്. സജസ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ്പീഡിയ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് അഡോബിയുടെ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് നല്ലത്. സോഫ്റ്റ്പീഡിയയിൽ അഡോബി ആഫ്റ്റർ എഫക്ട്സിൻ്റെ പേജിലാണുള്ളത്. ഇതിൽ 3 ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡോബി ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഫുൾ വേർഷൻ വാങ്ങാം, ഏകദേശം $20 കൊടുത്തിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ട്രയൽ വേർഷനാണ്. അതായത് മൂന്നാമത്തത് ലിങ്ക് എക്സ്റ്റേണൽ മിറർ ടു 2017 ഡയറക്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ട്രയൽ വേർഷന് 7 ദിവസമാണ് നിങ്ങൾക്ക് അതിൻ്റെ കാലാവധി. അതിനുശേഷം അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഞാൻ ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ക്രാക്ക് ഉപയോഗിച്ചിട്ട് അത് പ്രോ വേർഷനിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് അത് നമുക്ക് ഹാക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത്. ഈ മുകളിലെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി തുടങ്ങും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്ത ഫയൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം.
ഇങ്ങനെ ഒരു അഡോബി ആഫ്റ്റർ എഫക്ട്സ് 14 ആൾ എന്ന് പറയുന്നിട്ട് ഒരു സിപ്പ് ഫയലാണ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുക. അത് ഏതെങ്കിലും സിപ്പ് എക്സ്ട്രാക്ടർ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഞാനിവിടെ 7-zip എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് സിപ്പ് എക്സ്ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വിൻറാറോ വിൻസിപ്പോ അങ്ങനെ എന്തും ഉപയോഗിക്കാം. 7-zipൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ അതൊരു ഓപ്പൺ സോഴ്സാണ്, ഫ്രീ വേർഷനാണ്, ഫുൾ ഫ്രീ വേർഷനാണ്. ഞാനത് ഉപയോഗിച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം കിട്ടിയ ഒരു ഫോൾഡറാണ് മുകളിൽ കാണുന്നത്. അഡോബി ആഫ്റ്റർ എഫക്ട്സ് 14 ആൾ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് മുകളിൽ. അങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ എല്ലാ ഭാഗങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആ ഫോൾഡർ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫോൾഡർ തുറന്ന് കാണിച്ചു തരാം. ഇതിൽ 3 ഫോൾഡറുകളും ഒരു സെറ്റപ്പ് എന്ന് പറയുന്ന .exe ഫയലുണ്ട്. ആ സെറ്റപ്പ് .exe ഫയലിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റലേഷൻ തുടങ്ങും. സാധാ ഇൻസ്റ്റലേഷനുകളെ പോലെ തന്നെയാണ് ഇൻസ്റ്റലേഷൻ തുടങ്ങും. ഇനി ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് എങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല. സാധാ എല്ലാ ഇൻസ്റ്റാളേഷൻ പോലെ തന്നെയാണ്. നെക്സ്റ്റ് അടിച്ച് വിട്ടാൽ മതി. ഇനി ആഫ്റ്റർ എഫക്ട്സ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യമായിട്ടൊന്ന് തുറക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ എല്ലാ ഭാഗങ്ങളും ലഭിക്കാനായിട്ട് ടൈം ടു ടൈം അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും മനസ്സിലാക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്. അത് വെച്ച് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ കമൻ്റായിട്ട് ചോദിക്കുക. നമുക്കത് ഡിസ്കസ് ചെയ്യാം. എല്ലാ വീഡിയോസും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കണിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അത് ഇപ്പോൾ ഒരു വിൻഡോ തുറന്നു വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ആ പ്രൊജക്റ്റ് ഓപ്പൺ ആയതാണ് ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങൾ ആദ്യമായിട്ട് തുറക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് അഡോബി ആഫ്റ്റർ എഫക്ട്സ് തുറക്കുമ്പോൾ ഒരു വെൽക്കം വിൻഡോ ആണ് ഓപ്പൺ ആവുക. ഇതുപോലെ ഒരു സ്റ്റാർട്ട് എന്ന് എഴുതി കാണിച്ചിട്ടുള്ള ഒരു വെൽക്കം വിൻഡോ ഓപ്പൺ ആവും. ഈ വെൽക്കം വിൻഡോയുടെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇത് കൂളാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ചെയ്തു വെച്ച പ്രൊജക്റ്റുകളൊക്കെ, ഇപ്പോൾ ഞാൻ ടൈറ്റിൽ ഇൻട്രോ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ജൂൺ 15-ന്. അത് വേണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് തുറക്കാം. മറ്റേത് അല്ലെങ്കിൽ ഫയലിൽ പോയി ഓപ്പണൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനേക്കാൾ സുഖമായിട്ട് ഇവിടെ കാണിക്കും റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള ഫയലുകൾ ഏതൊക്കെയാണ്. അത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ലെഫ്റ്റിൽ ടോപ്പിൽ ന്യൂ പ്രൊജക്റ്റാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ പ്രൊജക്റ്റ് തുടങ്ങാം. ഒരു ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങാനുള്ള വിൻഡോ ആണ് ഈ കാണുന്നത്. ഇതാണ് അഡോബി ആഫ്റ്റർ എഫക്ട്സിൻ്റെ മെയിൻ വിൻഡോ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഓരോ ടാബുകൾ, ഓരോ സെക്ഷനുകൾ ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അടുത്ത വീഡിയോയിൽ മുതൽ നമുക്ക് അഡോബി ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഓരോ സെക്ഷനുകളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എങ്ങനെ ചെയ്യാം, എങ്ങനെ വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ളത് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.